ഏതൊക്കെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തെന്ന് എനിക്കറിയില്ല. എങ്കിലും അത്രയും എന്താ പറയുക, തുടരുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലാണ് എല്ലാവർക്കും. വിമർശനമൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ സഞ്ചരിച്ച ആ ഒരു പൃഥ്വിരാജ് മനുഷ്യൻ്റെ കാര്യം കൊണ്ട് ആലോചിക്കണം. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് അല്ലേ അത്രയും കഷ്ടപ്പെട്ട് പുള്ളി ഇറന്ന് ഓടിയത്. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് പറ്റി അടിപൊളി. സങ്കടം വന്നാ നമസ്കാരം. തരുൺ മൂർത്തി എന്നൊരു സംവിധായകൻ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ലാലേട്ടനാണ്. കാരണം അറിയില്ല, ഒരു ടിക്കറ്റ് വിളിച്ച് ചോദിച്ചിട്ട് ടിക്കറ്റുകളും കിട്ടാനുള്ള അവസ്ഥയിൽ അത്രയും തിരക്കും തിക്കും ബഹളമാണ്. ആൾക്കാരിങ്ങനെ ഇറങ്ങി വരികയാണ്. എന്താ പറയാനറിയില്ല. ഒരു മോഹൻലാൽ എന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട നടനെ തിരിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ്. തരുൺ മൂർത്തിക്കാണ് ആദ്യം ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ബാക്കി സുനിലൊക്കെയാണെന്ന് തോന്നുന്നു, എൻ്റെ തിരക്കഥീയങ്ങളിലൊക്കെ എന്ന് തോന്നുന്നു. നമുക്ക് ആൾക്കാരോടൊന്ന് ചോദിക്കാം. നമുക്ക് പടം കണ്ടില്ലേ? ഇങ്ങനെയുണ്ട് സിനിമ? കൊള്ളാന്നല്ല, കാര്യം പറ. അടിപൊളി, സൂപ്പർ, അടിപൊളി. പടം കണ്ട് ഇറങ്ങിയ ആൾക്കാരുണ്ട്, പടം കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. സമുദ്രമാവുകയാണ്, ഒരു ജനസാഗരമാവുകയാണ് എല്ലാവരും. ചേട്ടാ പടം കണ്ടോ? ചേട്ടാ സൂപ്പർ പടം, അടിപൊളി പടം. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, കാണാം. കൊള്ളാന്നല്ല പറയുന്നത്, നല്ല അടിപൊളി പടമാണ്. കിട്ടാല്ല டிக்கெட்டு ஷோ கூட 2 செகண்ட் சிவிக்காகி ஷோ டிக்கெட் ஃபுல்லாக இருக்குல்ல. തമിഴാണോ? തമിഴാണ്. തമിഴ്നാട്ടിലാണ് വന്ന് നോക്കുന്നത്. പടം കൊള്ളാം സാർ. പടം കൊള്ളാം. ആളുടെ കൊള്ളാം, സൂപ്പർ അല്ലേ? ഓ, നല്ല ആക്ടിങ്. ഞാൻ നോക്കാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്, ബുക്ക് ചെയ്യാൻ വന്നതാണ്. കിട്ടി. 4 മാത്രമേ ഉണ്ടായിരുന്നു. കിട്ടില്ല എനിക്ക്. കാണാൻ പോകുന്നതാണോ? കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് ചേട്ടാ പടം? കൊള്ളാം, നല്ല നൈസ്, നല്ല ലാലേട്ടൻ തിരിച്ചു വന്നു. ഒരുപാട് പേര് പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലുള്ള കാര്യമുണ്ടോ? അതിലൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടവും താല്പര്യം. വേറെ ലെവൽ പടം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതുകൂടിയാണ്. കാരണം വെച്ചാൽ എമ്പുരാൻ വന്നപ്പോഴത്തേക്ക് പൃഥ്വിരാജിനെ ഒരുപാട് പേര്, കാരണം അത് ഒരു ലൂസിഫറിന്റെ ഒരു പഞ്ച് വന്നില്ല എന്നുള്ളത് സംഭവം അല്ലേ? അങ്ങനെ ഒരു സംഭവം. അതൊരു ലെവൽ സിനിമ അല്ലേ? അതിന്റെ എഫേർട്ട്, ഈ പറഞ്ഞ എമ്പുരാന്റെ എഫേർട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത്രയും എഫേർട്ട് എടുത്ത സിനിമയാണ് ആ സിനിമ. ഒരു പക്ഷേ ചില കാരണങ്ങൾ കാരണം കുറച്ചങ്ങ് മങ്ങിപ്പെങ്കിലും ആ 100 കോടി ക്ലബൊക്കെ കഴിഞ്ഞില്ല. ആ കല കണ്ടു. വിമർശനമൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ സഞ്ചരിച്ച ആ ഒരു പൃഥ്വിരാജ് എന്ന മനുഷ്യൻ്റെ കാര്യം കൊണ്ട് ആലോചിക്കണം. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് അല്ലേ അത്രയും കഷ്ടപ്പെട്ട് പുള്ളി ഇടന്ന് ഓടിയത്. അത്രയും കഷ്ടപ്പെട്ട് ഓടിയത് ഒരു ഇന്റർനാഷണൽ മൂവി പുള്ളി നമുക്ക് തന്നെ. അതിന്റെ മേക്കിംഗ് എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലായിരുന്നു. ഇത് ഫാമിലി ഫിലിമാണ്. സത്യമായിട്ടും ഇപ്പോൾ ലാലേട്ടൻ്റെ ആരാധകർക്ക് എന്നൊക്കെ ആശ്വസിക്കാൻ. കാരണം ഒരു ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. ലാലേട്ടൻ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ, അങ്ങനൊരു സാധനം തിരിച്ചു വന്നിരിക്കുന്നു. അതിന് സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ടത് രഞ്ജിത്തിനാണ്. രഞ്ജിത്ത്, നമ്മുടെ നിർമ്മാതാവ് രഞ്ജിത്ത്, പിന്നെ സുനിലിൻ്റെ എഡിറ്റർ, പിന്നെ സ്ക്രീൻ പ്ലേ തരുൺ മൂർത്തി, അങ്ങനെ ഒരുപാട് പേരുടെ നമുക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു ലാലേട്ടൻ തരംഗമാണ്, ഇന്ത്യ ഒട്ടാകെ ചർച്ചാ വിഷയമാണ്. ഒരു പക്ഷേ എനിക്കറിയില്ല ഈ ചിത്രം ഏതൊക്കെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തെന്ന് എനിക്കറിയില്ല. എങ്കിലും അത്രയും എന്താ പറയുക, തുടരുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലാണ് എല്ലാവർക്കും. അത്ര രീതിയിൽ വന്നിരിക്കുകയാണ് സാധനം. പടം കാണാൻ വരുന്നതാണോ കണ്ടു കഴിഞ്ഞ ആൾക്കാരാണോ? കാണാൻ വരുന്നത്. ആണോ? എന്തിനാ എങ്ങനെ കാണാൻ വരുന്നത്? എനിക്കൊരു ടിക്കറ്റ് ഇല്ല. മെനിഞ്ഞാന്ന് ബുക്ക് ചെയ്തു. ഇതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ടിക്കറ്റ് തരുന്നില്ല. മെനിഞ്ഞാൻ നോക്കി എനിക്ക് കാണാൻ പറ്റില്ല വരായിട്ട്. പക്ഷേ ആ ഒരു ജനബാഹുല്യം എന്ന് പറയുക, എല്ലാവരും കുട്ടികളും അമ്മമാരും ഒക്കെ വരികയാണ് അല്ലേ? എന്താ അതിനുവേണ്ടി എന്താ ഉള്ളത് ഇവിടത്തിനകത്ത്? കണ്ടിട്ട് പറയാം. പടം കാണാൻ വന്നത്. എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും കൂട്ടി വരുന്നത്? എല്ലാം വലിയ പ്രതീക്ഷയിലാണ് വന്നേക്കണം. എല്ലാം നല്ല അഭിപ്രായം കേട്ടിട്ടാണ് വന്നേക്കുന്നത്. ശരി.
അമ്മേ സിനിമ കണ്ടോ? സിനിമ കണ്ടോ? എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. എന്ത് പറ്റി? കരഞ്ഞ്? സിനിമ കണ്ടാ? അടിപൊളി. സങ്കടം വന്നാ? സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നില്ല. എന്ത് പറ്റി? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അതെ അതെ സൂപ്പർ പക്ഷെ ഇച്ചിരി വയലൻസ് കൂടി പോയതേ ഉള്ളൂ. ലാലേട്ടനൊക്കെ തിരിച്ചു വന്നു. പിന്നെ പഴയ മോഹൻലാലിന്റെ ഒരു തിരിച്ചു വരവ് വല്ലാത്തൊരു മനസ്സിന് ഭയങ്കര വിഷമമല്ലേ. മനസ്സില് മറ്റേ എമ്പുരാനൊക്കെ വന്നപ്പോഴത്തേക്ക് വേറെ ലെവലൊക്കെ ആയി പോയി പുള്ളി. പഴയ മോഹൻലാൽ ഇപ്പൊ പഴയ ഇത് തിരിച്ചു പിടിച്ചു. തിരിച്ചു വന്നു. തരുണിന് കൊടുക്കണം കൈയടി ആദ്യം. നല്ല ഡയറക്ടേഴ്സ് തരുൺ മൂർത്തിക്കാണ് കൈയടി വെക്കേണ്ടത്. നമ്മളെ ഒരു 12 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഈ സിനിമ സംഭവം ആയത്. ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും 12 വർഷം ഒരു കാത്തിരുന്നു. ലാലേട്ടൻ ആ കഥ വിട്ടിട്ടില്ലായിരുന്നു, തരുണും വിട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും തരുണൊക്കെ അറിയാമല്ലോ, സൗദി വെള്ളക്കൊക്കെ ചെയ്ത വലിയ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ സിനിമ നമുക്ക് അറിയാൻ പറ്റും, അത്രയും വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇദ്ദേഹമൊക്കെ ഒരു നമ്മളെ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എല്ലാവരും ഒരേ വാക്യത്തിൽ ഒരേ ഇതിൽ പറയുന്ന സംഭവമാണ് ലാലേട്ടനെ തിരിച്ചു കിട്ടി. അതാണ് നമ്മുടെ സംഭവം. എന്തായാലും ലാലേട്ടൻ വന്നു. സ്പേസിനുവേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.